നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. കേസിൽ ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിൽ. അഞ്ചൽ ഏരൂർ നെട്ടയംകോണത്ത് സ്വദേശി അർജുൻ കൃഷ്ണനാണ് അറസ്റ്റിലായത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കം. പരോക്ഷ വിമർശനവുമായി CR മഹേഷ് MLA. ഫേസ്ബുക്കിലൂടെയായിരുന്നു വിമർശനം. കേരളത്തിൽ അൾട്രാ വയലറ്റ് വികിരണം വർദ്ധിക്കുന്നു. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള വിതരണം നടത്താത്ത നടപടിയിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധിച്ചു. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് കുടിവെള്ള വിതരണം ആരംഭിക്കാൻ കഴിയാത്തതിന് പിന്നിലെന്ന് LDF. വിശദമായ വാർത്തകളിലേക്ക്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിൽ. അഞ്ചൽ ഏരൂർ നെട്ടയംകോണത്ത് സ്വദേശി അർജുൻ കൃഷ്ണനാണ് അറസ്റ്റിലായത്. 2024 പ്രതി പെൺകുട്ടിയുമായി സൗഹൃദത്തിലാകുന്നത്. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും മൊബൈൽ ക്യാമറയിൽ ദൃശ്യങ്ങൾ രഹസ്യമായി പകർത്തി സൂക്ഷിക്കുകയും ചെയ്തു. പെൺകുട്ടിയുമായി അകന്ന ശേഷം ദൃശ്യങ്ങൾ പെൺകുട്ടിയുടെ സുഹൃത്തിന് അയച്ചു നൽകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിലാണ് ബിരുദ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ ഏരൂർ നെട്ടയംകോണത്ത് AS മന്ദിരത്തിൽ 21കാരനായ അർജുൻ കൃഷ്ണനാണ് അറസ്റ്റിലായത്. 2024 ഇയാൾ പെൺകുട്ടിയുമായി സൗഹൃദത്തിലാകുന്നത്. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും മൊബൈൽ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുകയും ചെയ്ത ഇയാൾ പെൺകുട്ടിയുമായി അകന്ന ശേഷം ദൃശ്യങ്ങൾ പെൺകുട്ടിയുടെ സുഹൃത്തിന് അയച്ചു നൽകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടി മാതാപിതാക്കളെ വിവരമറിയിച്ചതോടെ ഏരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ബിരുദ വിദ്യാർത്ഥിയായ യുവാവിനെതിരെ പോക്സോ നിയമപ്രകാരവും IT ആക്ട് പ്രകാരവുമാണ് പോലീസ് കേസെടുത്തത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള വിതരണം നടത്താത്ത നടപടിയിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധിച്ചു. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് കുടിവെള്ള വിതരണം ആരംഭിക്കാൻ കഴിയാത്തതിന് പിന്നിലെന്ന് LDF ആരോപിച്ചു. വരൾച്ച രൂക്ഷമായിട്ടും എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണം ആരംഭിക്കാത്തതിലാണ് ഇടതുപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലമാണ് കുടിവെള്ള വിതരണം ആരംഭിക്കാൻ കഴിയാത്തതെന്ന് ആരോപിച്ച ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച LDF അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി. 1 മാസത്തിലധികമായി ജനം കുടിവെള്ളം കിട്ടാതെ വലയുമ്പോഴും പഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിന് നടപടി സ്വീകരിക്കാത്തത് ജനവഞ്ചനയാണെന്ന് LDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് അംഗങ്ങളായ R വിജയപ്രകാശ്, മിനി അനിൽ, മാത്യു പണിക്കർ, ശാന്ത ചെല്ലപ്പൻ, സൗമ്യ രാജ്, MS രജനി ദേവി എന്നിവരാണ് പ്രതിഷേധിച്ചത്. എഴുകോൺ പഞ്ചായത്തിന്റെ 17 വാർഡിലും വരൾച്ച അനുഭവപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ജനങ്ങൾ ഒരിറ്റ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ എഴുകോൺ പഞ്ചായത്തിലെ ഭരണാധികാരികളുടെ കണ്ണു തുറക്കാത്ത ഒരു അവസ്ഥയാണ്. പലവട്ടം ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ ചർച്ച ചെയ്തിട്ടും ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാൻ വേണ്ടി എഴുകോൺ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവാത്ത ഒരവസ്ഥയാണ്. നമ്മുടെ ഗവൺമെൻറ് 9/2/2026 മാർച്ച് മാസം 1-ാം തീയതി തൊട്ട് മാർച്ച് മാസം 31-ാം തീയതി വരെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിവിധ വാർഡുകളിൽ ശുദ്ധജലം കൊടുക്കുന്നതിനുള്ള അംഗീകാരം കിട്ടി. എങ്കിൽ ഈ എഴുകോൺ പഞ്ചായത്ത് അത് മറച്ചുകൊണ്ട് പദ്ധതി കുടിവെള്ളം കൊടുക്കുന്നതിനുള്ള നടപടി നാളിതുവരെ സ്വീകരിക്കാത്ത ഒരവസ്ഥയാണ് ചെയ്തത്. ഗവൺമെൻറ് 2026 1/3/2026 മുതൽ 1/31/2026 വരെ 6 ലക്ഷവും 1/4/2026 മുതൽ
31/5/2026 വരെ 12 ലക്ഷം രൂപ തല്ലുകൊണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കുടിവെള്ളക്ഷാമം കൊടുക്കുന്നതിനുള്ള ഓർഡർ ഉണ്ടായിട്ട് പോലും എഴുകോൺ പഞ്ചായത്ത് മറച്ചു വെച്ച് പഞ്ചായത്ത് കമ്മിറ്റി നാളിതുവരെ തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് എഴുകോണിലെ കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളിൽ ജനങ്ങൾ നട്ടോട്ടോടുകയാണ്. ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇടതുപക്ഷ മുന്നണിയുടെ ജനപ്രതിനിധികൾ ഇന്ന് തൊട്ട് സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ആവശ്യം നിറവേറ്റുന്നതുവരെ ഇടതുമുന്നണിയുടെ പ്രവർത്തകരും ജനപ്രതിനിധികളും ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും പഞ്ചായത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്യാത്തത് മൂലം ഉള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുകോൺ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കൃത്യമായി കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള. എല്ലായിടത്തും വെള്ളം നിത്യ ചിലവിന് 500 രൂപയിലധികം ചിലവാക്കിയാണ് പാവപ്പെട്ടവരായ കുടുംബങ്ങൾ ഒരു ടാങ്ക് വെള്ളം അടിക്കുന്നത്. അതും ആവശ്യത്തിന് കിട്ടാറില്ല. ഭക്ഷണത്തിനുണ്ടാക്കുന്നതിനും ദൈനംദിന ജീവിതങ്ങളും വളരെ ബുദ്ധിമുട്ടാണ്. പ്രദേശത്ത് നിരവധി പേര് ഈ ഒരാവശ്യമായിട്ട് മുന്നോട്ട് വന്ന് നമ്മളെ സമീപിച്ചു. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ പലതവണ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായൊരു കാര്യമാണ്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ എടുത്തുകൊണ്ട് കുടിവെള്ളത്തിനുള്ള ക്ഷാമത്തിനുള്ള പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ. ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് 17 വാർഡുകളാണുള്ളത്. കഴിഞ്ഞ 3 മാസമായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പഞ്ചായത്താണ് എഴുകോൺ പഞ്ചായത്ത്. സർക്കാരിൽ നിന്നും ഫണ്ട് അനുമതി ഉണ്ടായിട്ട് കൂടി ഈ വാർഡുകളിലെ ജനങ്ങൾ ഏകദേശം 500 ലിറ്റർ വെള്ളത്തിന് 700 രൂപ നിരക്കിലാണ് ഒരേ ടാങ്ക് വെള്ളവും എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നമ്മളെല്ലാവരും അതിനെതിരെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ പല കമ്മിറ്റികളിലും ഞങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചിട്ട് പോലും യാതൊരു നടപടികളും കൈക്കൊണ്ടിട്ടില്ല. ഇപ്പം തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നാണ് ഉത്സവ സ്ഥലങ്ങളിൽ പോലും കൊണ്ടുവരുമ്പോൾ നമ്മൾ തൊട്ടടുത്ത എഴുകോൺ പഞ്ചായത്തിലുള്ളവർ പോലും വെള്ളം വാങ്ങുന്നത്. ഈ നീചമായ പ്രവൃത്തി ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊല്ലം പൂരത്തിന്റെ ഭാഗമായി ആനനീരാട്ടും ആനയൂട്ടും നടന്നു. ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ആനനീരാട്ടും ആനയൂട്ടും നടത്തിയത്. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് ആനനീരാട്ടും ആനയൂട്ടും നടന്നത്. ഇരുപത്തിയാറ് ഗജവീരന്മാരാണ് കൊല്ലം പൂരത്തിൽ പങ്കെടുക്കുക. പൂരത്തിന്റെ ഭാഗമായി കുടമാറ്റവും നടക്കും. 26 ഗജവീരന്മാർ ആനനീരാട്ടിലും ആനയൂട്ടിലും പങ്കെടുത്തു. നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കത്തിൽ പരോക്ഷ വിമർശനവുമായി CR മഹേഷ് MLA. ഫേസ്ബുക്കിലൂടെയാണ് MLAയുടെ വിമർശനം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് CR മഹേഷ് MLA പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു CR മഹേഷ് MLAയുടെ വിമർശനം. ആലിംഗ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണ് എന്ന് പണ്ട് അമ്മൂമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാമെന്നായിരുന്നു CR മഹേഷ് MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയവരുടെ പേരുകൾ ഓരോ നേതാക്കന്മാരും സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. പരസ്യമായ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും പരാമർശങ്ങളും UDFനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിലെ യുവ നേതാവായ CR മഹേഷ് MLAയുടെ ഫേസ്ബുക്ക് പ്രതികരണം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കാതികൻ V സാംബശിവൻ അനുസ്മരണം 19-ന് കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഹാളിൽ നടത്തും. V സാംബശിവൻ ഫൗണ്ടേഷനാണ് അനുസ്മരണവും കഥാപ്രസംഗ അർച്ചനയും നടത്തുന്നത്. അനുസ്മരണ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. കാതിക സമ്രാട്ട് V സാംബശിവൻ അനുസ്മരണം ഏപ്രിൽ 19-ന് ഉച്ചകഴിഞ്ഞ് 3:30-ന് കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഹാളിൽ നടത്തും.
വി സാംബശിവൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനവും കഥാപ്രസംഗ അർച്ചനയും സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ ഇസബെല്ല എന്ന കീറ്റ്സിന്റെ കാവ്യകൃതിക്ക് കഥാപ്രസംഗ ഭാഷ്യം നൽകി അർച്ചന ചെയ്യും. തുടർന്ന് അനുസ്മരണ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. വി സാംബശിവൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് N രതീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA, S സുദേവൻ, ബീന സജീവ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 1996 ഏപ്രിൽ 23-നാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. ഇപ്പോൾ 30 വർഷം പൂർത്തിയാവുകയാണ്. പക്ഷേ ഈ 30 വർഷം കടന്നു പോകുമ്പോൾ ആ സ്മരണ വളരെ സജീവമായി കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന വസ്തുത ഈ സാംബശിവൻ ഫൗണ്ടേഷൻ വലിയ ചരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സാംബശിവൻ ഫൗണ്ടേഷൻ രൂപം കൊണ്ടത്. ഇതിനകം വളരെ പ്രസക്തങ്ങളായിട്ടുള്ള കഥാപ്രസംഗ പ്രവർത്തനങ്ങളാണ് ഇതിനുവേണ്ടി സാംബശിവന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി കഥാപ്രസംഗ മേളകൾ, കഥാപ്രസംഗ മത്സരങ്ങൾ, കഥാപ്രസംഗ ശില്പശാലകൾ, കഥാപ്രസംഗ കലയുടെ ഒറ്റപ്പെട്ട അവതരണങ്ങൾ ഇത്യാദികൾ വളരെ സജീവമായി ഞങ്ങൾ സംഘടിപ്പിച്ചു പോരുകയായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായൊരു വസ്തുത, ഞങ്ങൾക്കൊരു പ്രവർത്തിക്കാനൊരു മൂലധനമോ അല്ലെങ്കിൽ ഒരു ഫണ്ടോ ഒന്നുമില്ലാതെ ഉള്ളവരെല്ലാം മുന്നോട്ട് സംഭാവന ചെയ്ത് നടത്തി വരുന്നതാണ്. അത്രത്തോളം ഹൃദയംഗമമായി നടന്നു വന്ന പ്രവർത്തനമാണ് സാംബശിവൻ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഉപാസിച്ച കല കഥാപ്രസംഗമാണ്. കഥാപ്രസംഗം ലോകത്ത് ഈ കേരളത്തിലെ പോലെ മറ്റെങ്ങുമില്ല. കഥ പറച്ചിൽ എല്ലായിടത്തുമുണ്ട്. കഥ പറച്ചിൽ ഇല്ലാത്ത സമ്പ്രദായങ്ങളില്ല. എന്തിന് പത്രപ്രവർത്തനം വരെ ഇപ്പോൾ സ്റ്റോറീസിൻ്റെ ഒരു കാലമാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരങ്ങൾ നേടിയ കഥാപ്രസംഗകരായ നരിക്കൽ രാജീവ്, ആര്യാട് വല്ലഭദാസ് എന്നിവരെ ആദരിക്കും. കഥാപ്രസംഗ വേദിയിൽ 30 വർഷം പൂർത്തിയാക്കിയ ഡോക്ടർ വസന്തകുമാർ സാംബശിവനെയും അനുമോദിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിൽ അൾട്രാവയലറ്റ് വികിരണം വർദ്ധിക്കുന്നു. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. UV ഇൻഡെക്സ് 8 ആണ് ഈ 6 ജില്ലകളിൽ രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ അളവ് ആശങ്കാജനകമായ രീതിയിലാണ് ഉയരുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം UV ഇൻഡെക്സ് 8 രേഖപ്പെടുത്തിയ 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ മേഖലകളിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയും, പത്തനംതിട്ടയിൽ കോന്നിയും, ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരും, കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയും, ഇടുക്കി ജില്ലയിൽ മൂന്നാറും, പാലക്കാട് ജില്ലയിൽ തൃത്താലയിലുമാണ് ഓറഞ്ച് അലർട്ട്. ഇതുകൂടാതെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, തൃശൂർ ജില്ലയിലെ ഒല്ലൂർ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ UV സൂചിക 7 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മഞ്ഞ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സൂചിക 6 ആണ്. UV സൂചിക ഉയരുന്നത് സൂര്യാതപം, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. നിലവിലെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും, ത്വക്ക് രോഗങ്ങൾക്കും, നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനങ്ങളിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രികർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗങ്ങളുള്ളവർ, ആൽബനിസം അവസ്ഥയുള്ളവർ, നേത്രരോഗങ്ങളുള്ളവർ, അർബുദ രോഗികൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം 17-ന് തുടങ്ങും. 89 ക്യാമ്പുകളിലായി 24,000 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളാകുന്നത്. മെയ് 2-ന് മൂല്യനിർണ്ണയം പൂർത്തീകരിച്ച് മെയ് 2-ാം വാരം പരീക്ഷാ ഫലം പ്രഖ്യാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുനഃക്രമീകരിച്ച SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയമാണ് വ്യാഴാഴ്ച ആരംഭിക്കുന്നത്. ഏപ്രിൽ 6 മുതൽ 25 വരെ മൂല്യനിർണ്ണയം നടത്താനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടന്നതിനാലാണ് തീയതിയിൽ മാറ്റം വന്നത്.
സംസ്ഥാനത്ത് 89 ക്യാമ്പുകളിലായി 24,000 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളാവുന്നത്. പുതുക്കിയ കലണ്ടർ പ്രകാരം 3 ഘട്ടമായാണ് മൂല്യനിർണ്ണയം. ആദ്യഘട്ടം ഏപ്രിൽ 16 മുതൽ 18 വരെയും, രണ്ടാം ഘട്ടം 20 മുതൽ 25 വരെയും, മൂന്നാം ഘട്ടം ഏപ്രിൽ 27 മുതൽ മെയ് 2 വരെയുമാണ്. മെയ് 2 വാരത്തോടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം. SSLCക്ക് 4.14 ലക്ഷം വിദ്യാർത്ഥികളുടെ 36 ലക്ഷത്തോളം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയം ചെയ്യുന്നത്. 70 കേന്ദ്രങ്ങളിലായി 10,500 അധ്യാപകർ ഇതിന്റെ ഭാഗമാകും. ഹയർ സെക്കൻഡറിയിൽ 8.7 ലക്ഷം വിദ്യാർത്ഥികളുടെ 80 ലക്ഷത്തോളം പേപ്പറുകളാണ് മൂല്യനിർണ്ണയം ചെയ്യുക. VHSEയിൽ 30,000 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിലെ 9 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം മെയ് 2 പുറത്തുവരും. ന്യൂസ് ഡെസ്ക്. പുനലൂരിൽ അമൃത് ഭാരത് പദ്ധതി പാതിവഴിയിൽ. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ പദ്ധതി പ്രകാരം ആരംഭിച്ച നവീകരണം ഇഴഞ്ഞു നീങ്ങുകയാണ്. നിർമ്മാണം ആരംഭിച്ച് 2 വർഷങ്ങൾ കഴിയുമ്പോഴും പകുതി നിർമ്മാണം പോലും കരാറുകാർ പൂർത്തീകരിച്ചിട്ടില്ല. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങളാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. 2 വർഷം കഴിയുമ്പോഴും നിർമ്മാണങ്ങൾ പകുതി പോലും പൂർത്തീകരിച്ചിട്ടില്ല. ലിഫ്റ്റ്, ഡിജിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിലും പ്രധാന പ്രവൃത്തികളെല്ലാം പാതി വഴിയിലാണ്. സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നവീകരണം എങ്ങും എത്തിയിട്ടില്ല. സ്റ്റേഷന് മുന്നിലെ റോഡ് വികസനവും പാർക്കിംഗ് ഏരിയയും പൂർത്തിയാക്കാൻ കാലതാമസം നേരിടുകയാണ്. യാത്രക്കാർക്കായി വിഭാവനം ചെയ്ത പുതിയ വെയിറ്റിംഗ് ഹാളും കോൺകോഴ്സ് ഏരിയയും നിർമ്മാണ ഘട്ടത്തിൽ തുടരുകയാണ്. ലോക്കോ പൈലറ്റുമാർക്കും ജീവനക്കാർക്കുമായി 1ാം പ്ലാറ്റ്ഫോമിന് സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിച്ച 3 നില കെട്ടിടത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അത്യാധുനിക സിഗ്നൽ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലെ സ്ഥലപരിമിതി വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ DRM സ്ഥലം സന്ദർശിച്ച ഹാളിന്റെ വിസ്താരം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെയും നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല. നിലവിൽ ഇടുങ്ങിയ സൗകര്യത്തിൽ മാത്രമാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഗുണനിലവാരമില്ലായ്മയും സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് മധുര ഡിവിഷണൽ മാനേജർ ഓം പ്രകാശ് വീണ 2 തവണ പരിശോധന നടത്തിയിരുന്നു. കരാറുകാരുടെ ശ്രദ്ധക്കുറവ് സംഘം ചൂണ്ടിക്കാട്ടിയെങ്കിലും നിർമ്മാണ വേഗതയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ജൂണിൽ കാലവർഷം എത്തുന്നതോടെ നിർമ്മാണങ്ങൾ വീണ്ടും തടസ്സപ്പെടുമെന്ന ആശങ്കയുമുണ്ട്. പുതിയ സർവീസുകൾ ആവശ്യപ്പെടുമ്പോൾ ലോക്കോ പൈലറ്റുമാരുടെയും റേക്കുകളുടെയും കുറവാണ് റെയിൽവേ അധികൃതർ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പുലർച്ചെ 3:20 പോകുന്ന പാലരുവി എക്സ്പ്രസും ആഴ്ചയിൽ 2 ദിവസമുള്ള വേളാങ്കണ്ണി എക്സ്പ്രസും പകൽ യാത്രക്കാർക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല. രാവിലെ 10 പുനലൂരിലെത്തി വൈകിട്ട് 5:15 വരെ വെറുതെ കിടക്കുന്ന മധുര ട്രെയിൻ കൊല്ലത്തേക്ക് ഒരു സർവീസ് കൂടി നടത്തിയാൽ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മധുര ഡിവിഷന് കീഴിൽ കേരളത്തിലുള്ള ഏക സെക്ഷനാണ് പുനലൂർ. എന്നിട്ടും അവഗണന മാത്രമാണ് ഫലമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്ന് സൂചന. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്ന് സ്വകാര്യ ഏജൻസിയായ സ്കൈമെറ്റ്. എൽനിനോ പ്രതിഭാസം ഓഗസ്റ്റിൽ സാന്നിധ്യം അറിയിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം. ഈ വർഷത്തെ മൺസൂൺ പതിവിലും കുറവായിരിക്കുമെന്ന ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട പ്രവചനം കേരളത്തെ കാര്യമായി ബാധിക്കില്ലെന്ന സൂചനയാണ് വിവിധ കാലാവസ്ഥാ മാതൃകകൾ നൽകുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ കാലവർഷ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്നാണ് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റിന്റെ വിലയിരുത്തൽ. പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലും കർണാടകത്തിലും കാലവർഷത്തിന്റെ ആദ്യഘട്ടം മോശമാകില്ല. കേരളത്തിലെ തീരദേശ ജില്ലകളിലും മഴയുടെ അളവ് കുറയില്ലെന്നാണ് സ്കൈമെറ്റിന്റെ വിലയിരുത്തൽ. യൂറോപ്യൻ സെന്റർ ഫോർ മീഡിയം വെതർ ഫോർകാസ്റ്റിന്റെ നിലവിൽ ലഭ്യമായ പ്രവചന മാതൃക പ്രകാരവും സംസ്ഥാനത്തെ പല തീരദേശ ജില്ലകളിലും പതിവ് പോലെ ശക്തമായ കാലവർഷം പെയ്തിറങ്ങാനാണ് സാധ്യത. എന്നാൽ മുംബൈയിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ മഴയുടെ അളവ് കുറയാനും വിതരണക്രമം താളം തെറ്റാനും സാധ്യതയുണ്ട്. പസഫിക് സമുദ്ര താപനിലയുമായി ബന്ധപ്പെട്ട എൽനിനോ പ്രതിഭാസം ഓഗസ്റ്റ് മാസത്തോടെ സാന്നിധ്യം അറിയിച്ചേക്കാമെന്ന് IMD മേധാവി ഡോക്ടർ M മഹാപത്ര പറഞ്ഞു. ഇത് മഴയുടെ ശക്തിയും തോതും കുറയ്ക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും സമുദ്ര താപനില മാറിമറിയുന്നത് മൂലമുണ്ടാകുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന സമുദ്ര താപന ദ്വന്ദ്വ പ്രതിഭാസം നീരാവി പകർന്ന ഇന്ത്യൻ മൺസൂണിന്റെ രക്ഷയ്ക്കെത്തുമെന്ന നേരിയ പ്രതീക്ഷ IMD ഉപേക്ഷിച്ചിട്ടില്ല. മാസത്തിൽ ഒരിക്കലെത്തുന്ന ആഗോള മഴപ്പാത്തി അനുകൂലമായാലും മഴ കോരിച്ചൊരിയും. ഇത് കേരളത്തിന് മുകളിലൂടെ മൺസൂൺ കാലത്ത് കടന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.
2015 ശേഷം ഇതാദ്യമായാണ് കാലാവസ്ഥാ വിഭാഗം മൺസൂൺ തോത് കുറയുമെന്ന് പ്രവചിച്ചിരിക്കുന്നത്. 1960 ശേഷം 16 തവണ എൽനീനോ പ്രത്യക്ഷമായതിൽ 9 തവണ രാജ്യം കടുത്ത വരൾച്ച നേരിട്ടു. 2002, 2009, 2015 വർഷങ്ങളിലായിരുന്നു ഇത് ഏറ്റവും രൂക്ഷം. യുദ്ധ സാഹചര്യം മൂലം രാസവളങ്ങളുടെ വരവ് കുറഞ്ഞതിനൊപ്പം മഴ കുറഞ്ഞ് വരൾച്ചാ സാഹചര്യം സംജാതമാവുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ കാർഷിക സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. കേസിൽ ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിൽ. അഞ്ചൽ ഏരൂർ നെട്ടയംകോണത്ത് സ്വദേശി അർജുൻ കൃഷ്ണനാണ് അറസ്റ്റിലായത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കം. പരോക്ഷ വിമർശനവുമായി CR മഹേഷ് MLA. ഫേസ്ബുക്കിലൂടെയായിരുന്നു വിമർശനം. കേരളത്തിൽ അൾട്രാവയലറ്റ് വികിരണം വർദ്ധിക്കുന്നു. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള വിതരണം നടത്താത്ത നടപടിയിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധിച്ചു. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് കുടിവെള്ള വിതരണം ആരംഭിക്കാൻ കഴിയാത്തതിന് പിന്നിലെന്ന് LDF. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.